പിന്നെ ഞങ്ങളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ല. അന്നത്തെ സാധനങ്ങൾ അന്നന്ന് ഉണ്ടാക്കുക. ഞങ്ങളുടെ മുതലാളിക്ക് ഇഷ്ടമല്ല, പഴയതൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ 3 കുടുംബം കഴിയുന്നുണ്ട് ഇവിടെ. 1 മുതലാളിയുടെ കുടുംബം, 2 പണിക്കാരുമായിട്ട് നല്ല സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവിടുത്തെ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണതാണ്. മണ്ണാർക്കാട് നിന്ന് വരെ ഇവിടുന്ന് ആൾക്കാർ വന്ന് കഴിക്കലുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഈ ഏരിയയിൽ ആരെടുത്ത് ചോദിച്ചാലും മോശം അഭിപ്രായം പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. ക്വാണ്ടിറ്റിയുടെ കാര്യമാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 വർഷമായിട്ട് ഓർഡർ ഷോടുന്നുണ്ട്. നമ്മൾ ബിരിയാണി കഴിച്ചാൽ അവിടെ നിന്ന് കഴിക്കുള്ളൂ. അടിപൊളി ദം ബിരിയാണി കഴിക്കാൻ വന്നാണ്. നല്ല ബീഫിൻ്റെ ദം ബിരിയാണി. സ്ഥലം പാലക്കാട് ജില്ലയിൽ പുല്ലിശ്ശേരി, അതായത് മണ്ണാർക്കാടിൻ്റെ അടുത്തായിട്ട് വരും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ബിരിയാണി ഇവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കല്. വീട്ടിലേക്ക് 10-15 ബിരിയാണി ഞാൻ വാങ്ങിക്കൊണ്ടുപോകലുണ്ട്. എൻ്റെ വീട്ടുകാരും പറയും നമ്മൾ വെക്കാൻ നിൽക്കണ്ട, അത് നേരാവില്ല, നമുക്ക് ബ്രയാക്കടന്ന് കൊണ്ടുവരിക. കണ്ടില്ലേ? ഇനിയിപ്പോൾ എന്ത് റിവ്യൂ അതിനപ്പുറം പറയണ്ടേ. നല്ല സൂപ്പർ ദം ബിരിയാണി ആയിരിക്കും നമ്മൾ ഉറപ്പിച്ചു. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഓർഡർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ബീഫ് മാത്രം. അതൊരു 12-1 മണിക്ക് ദമ്മ് പൊട്ടിക്കും. 2:30-3 മണിനുള്ളിൽ ഫിനിഷ് ആവും. ബിരിയാണി അരി ഇപ്പോൾ പിന്നെ 1 കിലോത്തിന് 146 വില. മുമ്പ് 88-80. ഇപ്പോഴും ആ അരി തന്നെയാണ്. റേറ്റും തന്നെ നമ്മൾ വാങ്ങണത്. സിംഗിൾ ബിരിയാണി 80 റുപ്യ, ഫുള്ള് 110. പിന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, ബിരിയാണി കഴിഞ്ഞോ, ബിരിയാണി ആയോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. ചെറുക്കപ്പടി, മണ്ണാർക്കാട് കോടതി പഠിക്കുന്ന ആൾക്കാർ കഴിക്കാൻ വരാറുണ്ട്. ചേച്ചിയാണ് ഇപ്പോഴത്തെ കുക്ക്. അതല്ലേ മെയിൻ ചേച്ചിയാന്ന് പറയാം. മുതലാളിയും തൊഴിലാളിയും ഒന്നുമില്ല. ഞങ്ങളിവിടെ 4 ആളുണ്ട്. 4 ആളും ഒരേപോലെ. 1 മോനും 1 മുതലാളി, ഞങ്ങൾ 2 ആളും. ഞങ്ങളൊക്കെ ഒരേപോലെ. ഞങ്ങൾ സന്തോഷത്തിൽ നല്ല ഹാപ്പിയായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഇവിടുന്ന്. മുതലാളിക്ക് ലാഭമൊന്നുമില്ല. അങ്ങനെ ഒരു തൊഴിലായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് കൂലി കിട്ടിയാലും മുതലാളിക്ക് കിട്ടാറുമില്ല. നല്ല സൂപ്പർ ദം ബിരിയാണി. ബീഫിൻ്റെ ദം ബിരിയാണിയാണ്. ചിക്കന് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞത്. 1 മുട്ടയും 2 പീസും വെച്ചിട്ടുള്ള അടിപൊളി ദം ബിരിയാണി. ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് നിറച്ച് അല്ലേ അറിയാം. 2 പീസ്, 1 മുട്ട, ഇഷ്ടം പോലെ ചോറ്. സ്മൂത്തായിട്ടുള്ള റൈസ്, അതേപോലെ തന്നെ ബീഫ്. ഇതാണ് ദമ്മ് ബിരിയാണി കേട്ടോ. ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു, ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല. സത്യം, വന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല. ഈ സെറ്റപ്പ് കണ്ടപ്പോൾ, അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ. ഒന്നാമത്തെ കാര്യം, ബീഫ് ബിരിയാണി കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ബീഫിൻ്റെ ഒക്കെ വലിപ്പം കണ്ടു, ഒരു കഷ്ണത്തിൻ്റെ വലിപ്പം. ഇപ്പം എവിടുന്ന് ഈ തൈര് വാങ്ങണത്? തൈര് നമ്മൾ ഉണ്ടാക്കണതാണ്. അങ്ങനെ ഉണ്ടാക്കണ തൈരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കണതാണ്. സൂപ്പർ തൈര്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും എവിടെ കിട്ടാറില്ല. ബിരിയാണിയാണോ തൈരാണോ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. തൈര് അത്രയ്ക്ക് ടേസ്റ്റ്. ഈ മസാലയിൽ കോഴിമുട്ട എന്ത് ചെയ്യണം അറിയാം, ഇത് മൊത്തം പൊടിക്കുക. കുഴച്ചിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്ന് പുല്ലിശ്ശേരി പറഞ്ഞ റോഡിലാണ്. ഒരു 5 കിലോമീറ്റർ നല്ല നാട്ടിൻപുറത്തായ സ്ഥലത്താണ് ഇതുള്ളത്. ഹോട്ടൽ മലപ്പുറം. വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്കൊക്കെ കൊടുക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ദൂരങ്ങളിലൊക്കെ ചെന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ പ്രാധാന്യം. അതെ അതെ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ.